എന്തെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് കുറേ അഭിപ്രായങ്ങൾ കേൾക്കാൻ പോകാനും പിന്നെ നിങ്ങളെ സെൽഫിനെ തന്നെ ഡൗട്ട് ചെയ്യുന്നവരാണോ നിങ്ങൾ? എങ്കിൽ വാ, ഇത് നിങ്ങൾക്കുള്ള ഞാൻ മിസ് നാൻജിയ. ഈ അടുത്ത് ഞാൻ കുറച്ച് പെയിൻറ്റിങ് കിറ്റ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് വാങ്ങിക്കുമ്പോഴും ഞാൻ ഭയങ്കര ഡൗട്ട്ഫുള്ളായിരുന്നു എനിക്ക് പറ്റുമോ എന്നൊക്കെ. കാരണം ചുമ്മാ മണി വേസ്റ്റ് ആണോ എന്നൊക്കെ കുറേ ഞാൻ ചിന്തിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് പെയിൻറ്റിങ്ങിൻ്റെ ABCD അറിയില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഹോബി സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതിയത്. ആരോടും അഭിപ്രായം ചോദിച്ചിട്ടും ഇല്ല വാങ്ങുന്നതിന് മുമ്പ്. സോ ഗിവ് ഇറ്റ് എ ട്രൈ. ഒന്നുമില്ലെങ്കിലും +1 +2 റെക്കോർഡ് നീ വരച്ചതല്ലേ, ആ ഒരു എക്സ്പീരിയൻസെങ്കിലും ഉണ്ടല്ലോ. അതെ, അങ്ങനെ ആദ്യമായിട്ട് കുറച്ച് സ്കൈസ് ആൻഡ് ക്ലൗഡ്സൊക്കെ വരച്ച് പെയിൻറ്റ് ചെയ്ത് ആത്മസംതൃപ്തി അടഞ്ഞു. അപ്പോൾ ആ സ്കൈസ് ആൻഡ് ക്ലൗഡ്സൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ആഹാ, ഇത് ഞാൻ തന്നെ വരച്ചതാണെന്നൊക്കെ ഞാൻ തന്നെ ചിന്തിച്ചു. അപ്പോൾ പിന്നെ ക്യൂരിയസ് ആയി നെക്സ്റ്റ് വരയ്ക്കാൻ. അങ്ങനെ നെക്സ്റ്റ് വീണ്ടും പെയിൻറ്റ് ചെയ്തു. അതുകൂടെ കഴിഞ്ഞപ്പോൾ എൻ്റെ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ അറ്റ് ഇറ്റ്സ് പീക്ക് എത്തി. അങ്ങനെ ഞാൻ വീണ്ടും വരച്ചു. സോ ദിസ് ഇസ് മൈ തേർഡ് ഡ്രോയിങ്. കടുവയാണ് ഉദ്ദേശിച്ചത്. കടുവ ആയില്ലെങ്കിലും ആ മാർജാര വംശത്തിലുള്ള ആരൊക്കെയോ പോലൊരു സാമ്യമുണ്ട്. എനിവേ സർപ്രൈസിംഗ്ലി കടുവ തന്നെ ആയി. പിന്നെ ആ ചെവി നോക്കണ്ട, പൂച്ചയുടെ ചെവി പോലെ ഉണ്ട്. പൂച്ച, കടുവ ഇവരൊക്കെ ഒന്നാണല്ലോ നമുക്ക്. എനിവേ ഈ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജ് വേണ്ടേ? നിങ്ങളൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യണമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ നെവർ ഡൗട്ട് യുവർ സെൽഫ്. സ്റ്റാർട്ട് നൗ. ലേൺ എവറി ബിറ്റ് ഓഫ് ഇറ്റ്. ഇംപ്രൂവ് യുവർ സെൽഫ്. നമ്മൾ കൊണ്ട് പറ്റാത്തതായിട്ട് ഒന്നുമില്ല. നമുക്ക് ആദ്യം വേണ്ടത് സ്ട്രോങ് ഡിറ്റർമിനേഷനാണ്. നമുക്ക് പറ്റൂല എന്ന് പലരും പലതും പറയും, പക്ഷെ നമുക്ക് പറ്റും. നമ്മളെ കൊണ്ട് പറ്റും. നമുക്ക് പഠിക്കാൻ ഒരുപാട് റിസോഴ്സസ് ഇന്ന് അവൈലബിൾ ആണ്. ലൈക്ക് യൂട്യൂബിലാണെങ്കിലും ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ കിട്ടും. അപ്പം ആ കാര്യങ്ങളൊക്കെ യൂട്ടിലൈസ് ചെയ്തിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ പഠിച്ചെടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അതിനൊരു എക്സാമ്പിളാണ് ഞാൻ തന്നെ. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഞാൻ ഇങ്ങനെയൊന്നും വരയ്ക്കുമെന്ന്. ഇനി നിങ്ങൾ വിചാരിക്കേണ്ട, ഇതിന് മാത്രം വലിയ ഡ്രോയിങ് ആണോ ഇതൊന്നും കരുതണ്ട. എനിക്കിത് വലുതാണ്. എനിവേ അത്രേ ഉള്ളൂ. ബൈ.